മനോരമ ഓൺലൈനിൻ്റെ പാചകം രീതിയിലേക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. ഞാനും എൻ്റെ ഭാര്യ ഉഷയും. അപ്പോൾ ഇന്ന് ഞങ്ങൾ മനോരമ ഓൺലൈനിൽ ഉണ്ടാക്കാൻ പോകുന്ന കറി ഏതാണ്? ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കും. അത് നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും, ഒരു സംശയം വേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറി ഈ ചെമ്മീൻ കറിയാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെമ്മീൻ കറി ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഉഷ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാനും കൂടി ചിലപ്പോഴൊക്കെ ഒരു തമാശ കൂടി കൊടുക്കാറുണ്ട്. അത് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ചെമ്മീൻ ആദ്യം ഈ നല്ല കഴുകിയ ചട്ടിയാണിത്. ചെമ്മീനൊരു ഇതുണ്ട്, മിക്കവാറും ആരും ചെയ്യലാത്തൊരു കാര്യമാണ്. ചെമ്മീൻ പിന്നെ നടുവൊന്ന് വരഞ്ഞിട്ട് ഇതിനകത്തൊരു കറുത്ത വരയുണ്ട്, അതെടുത്ത് കളയണം. അപ്പോൾ ചെമ്മീൻ വയറുവേദന, എല്ലാവർക്കും ഈ വയറുവേദന ചെമ്മീൻ കഴിച്ചാൽ ഉണ്ടാവുമല്ലോ. ഇതിനകത്ത് കറുത്ത വര എടുത്ത് കളയണം. അങ്ങനെ വര അത് ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുക. ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുള്ള നമ്മുടെ ആളുകൾ ഹോട്ടലൊക്കെ കയറിയുമ്പോൾ ഹോട്ടൽ കയറി എല്ലാം ചെയ്ത് ചെമ്മീൻ വെറുതെ കഴുകി ഇങ്ങനെ കറി ഉണ്ടാക്കുക, അത് തെറ്റാണ്. ചെമ്മീൻ എടുത്തിട്ട് അതെന്ന് വെച്ചാൽ അതിനെ നടുവെ ഒന്ന് വരഞ്ഞാൽ, നേരെ ഒന്ന് വരഞ്ഞാൽ മതി. എന്നിട്ട് ഒരു കറുത്ത ലൈനുണ്ട്, അത് എടുത്ത് വെള്ളം കളഞ്ഞണം. അത് കളഞ്ഞു കഴിഞ്ഞാൽ വയറുവേദനയേ ഉണ്ടാവില്ല. ഈ ചെമ്മീൻ തിന്നിട്ട് വയറുവേദന എന്നുള്ള പരാതി ഇതാണ് കാരണം. ആ കറുത്ത നൂല് എടുത്ത് കളയണം. അതിന് ശേഷം കഴുകി വൃത്തിയായിട്ട് ഇതിനകത്തിട്ടിടുക. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി കൂടുതൽ വേണം ഇതിന് കേട്ടോ. അതിന് പിന്നെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ആ ഉള്ളി കൂടുതൽ വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നല്ലവണ്ണം ഇടുന്നതാണ് നല്ലത് എപ്പോഴും. വെളുത്തുള്ളി, ഇഞ്ചിയാണ്. ഇഞ്ചി ഇട്ടു. അത് കഴിഞ്ഞ് പച്ചമുളകാണ്. പച്ചമുളകും ആവശ്യത്തിന് മുരിങ്ങക്കായും ആവശ്യത്തിന് മുരിങ്ങക്കായും ഇടുക, ഏറ്റവും നല്ലതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പുളിയും കൂടെ കിട്ടുക നല്ലതാണ്. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ അരിഞ്ഞ് മാങ്ങ ഇടുകയാണ്. അത് കഴിഞ്ഞ് വാളംപുളി കൂടി ഇടണം. കുറച്ച് വാളംപുളി മതി. മാങ്ങ ഇട്ടിരിക്കുന്നു. ഈ തക്കാളി ഇടാൻ പറ്റും നമ്മളെ. തേങ്ങയും മഞ്ഞൾ, ശക്കല മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ശക്കല മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഈ നിറം വന്നാൽ മതി. ഈ നിറം വരത്തിയുള്ള മഞ്ഞൾപ്പൊടി. ഉപ്പ് വേണ്ടേ? കരിയാപ്പല. എൻ്റെ അഭിപ്രായത്തിൽ ഈ കരിയാപ്പല കേട്ടോ, എന്തേലും കരിയാപ്പിടുന്ന അത്രയും നല്ലതാണ്. ഉപ്പ് കൂടുതലല്ലേ, ഉപ്പ് പറയുക. അതുപോലെ ഉപ്പിന് ഞാൻ പക്ഷേ വാങ്ങിക്കുമായിരുന്നു. എനിക്ക് പാവയ്ക്കക്കറി ഏറ്റവും ഇഷ്ടം. ഞാൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു. പാവയ്ക്കക്കറി ഇഷ്ടമായിരുന്നു. അത് ഞാൻ തന്നെ ഉണ്ടാക്കി, നിർബന്ധമായിരുന്നു. ചെറുപ്പത്തിലെ കോഴിപ്രാന്തുണ്ടായിരുന്നു. ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നോണം പറത്തും. ഈ കോഴികളെ പറത്തിട്ട് എന്നാ ചെയ്യുന്നറിയാമോ? ഒരു മാസത്തിനകം കേട്ടോ ഈ കോഴിക്കുഞ്ഞിനെ എല്ലാം പിടിച്ചിട്ട് കൊന്നിട്ട് എന്നിട്ട് ഞാൻ തന്നെ ഇത് നമ്മളെ ഈ മുളക്, ഇഞ്ചി, പിന്നെ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇടിച്ചിട്ട് വറുത്ത് തിന്നുമായിരുന്നു. എന്ത് കോഴിക്കുഞ്ഞിനെ തിന്നിട്ടുണ്ടെന്നറിയോ? എല്ലാ ദിവസവും ഓരോ കോഴിക്കുഞ്ഞിനെ ഇങ്ങനെ ഇടിച്ച് തിന്നുമായിരുന്നു. ചട്ടി ആയതുകൊണ്ടൊരു 10-25-30 മിനിറ്റായി. പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങുകയും ചെയ്യാം. നമുക്ക് കരിയാപ്പില കൂടെ ഇട്ട് വാങ്ങാം. നമ്മളിപ്പോൾ ഉള്ളി ഏറ്റവും നല്ല ശരീരത്തിന്. കൊഞ്ചിന് നല്ല ടേസ്റ്റാണ്.
ഇവിടെ നമ്മളുണ്ടാക്കിയത് ഒരു ചെമ്മീൻ കറിയാണ്. ഓരോ അടുക്കളയിലും ഓരോ അടുക്കളക്കാരികളും പ്രത്യേകിച്ച് വീട്ടമ്മമാർ സ്വയം കണ്ടെത്തിയ റെസിപ്പി ആയിരിക്കും, അതല്ലാതെ പുസ്തകത്തിൽ എഴുതി വെച്ചതല്ല. അത് ഭയങ്കര ടേസ്റ്റായിരിക്കുന്നതാണ്. അതാണ് ഇപ്പോൾ ഈ ചെമ്മീൻ കറിയുടെ പ്രത്യേകത. ആ റെസിപ്പിയുടെ പ്രത്യേകത അത് തന്നെയാണ്. അത് ഒരു സംശയം വേണ്ട, മനോരമ ഓൺലൈൻ പാചകവിധി മാത്രം കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഈ മനോരമ ഓൺലൈൻ പാചകവിധി കാണാൻ ശ്രദ്ധിക്കുക.